Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. സോ നമുക്കറിയാം MSME അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ പ്രൊമോഷന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസൊക്കെ സർവീസസും സർവീസസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊവിഷൻസും റിസോഴ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് എൻവിസേജ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു അപ്പെക്സ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? MSME ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഫിനാൻസിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സിഡ്ബി. ക്ലിയർ? സോ സിഡ്ബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1990. ക്ലിയർ? ആസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് IDBI. നമ്മൾ നേരത്തെ ബാങ്കിങ്ങിനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് IDBIനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് മാറുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ പീരീഡിലും 1964 ഓൺവേർഡ്സ് IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്നു. ക്ലിയർ? ഇപ്പോഴാണ് അതിനൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ നേച്ചർ വന്നത്. ക്ലിയർ? അപ്പോൾ നേരത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്, ലോങ് ടേം ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിൻ്റെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ്, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് IDBI അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ IDBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് IDBI തന്നെ RBIയുടെ ഒക്കെ ഓസ്പീഷ്യസിലാണ് രൂപീകരിക്കപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് RBIയുടെ ഒക്കെ നിർദ്ദേശത്തെ തുടർന്നാണ് IDBI രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഓക്കെ, കാരണം ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു അപ്പെക്സ് ബോഡി വേണം. ക്ലിയർ? RBIക്ക് ഇത് നോക്കി നടത്തുന്നതിനേക്കാളും അല്ലെ ഒരു സെപ്പറേറ്റ് ഏജൻസി ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിന് വേണ്ടി IDBI രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് രൂപീകരിച്ചത്. അപ്പോൾ IDBIയുടെ റോളും ഫങ്ഷണൽ നേച്ചറൊക്കെ അനുസരിച്ച് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിന് ലോൺസും അഡ്വാൻസസും കോടിക്കണക്കിന് രൂപയുടെ അഡ്വാൻസസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അത് അറിയപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുകിട വ്യവസായങ്ങൾ അല്ലേ, കോട്ടേജ് ഇൻഡസ്ട്രി, വില്ലേജ് ഇൻഡസ്ട്രി, റൂറൽ ഇൻഡസ്ട്രി, ക്ലിയർ, സ്മോൾ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ ഇവരുടെ നീഡ്സ്, ഫിനാൻഷ്യൽ നീഡ്സ് കാറ്റർ ചെയ്യാൻ, അത് ഫുൾഫിൽ ചെയ്യാൻ ഒരു പക്ഷേ IDBIക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ? IDBIയുടെ എയിം അനുസരിച്ച് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ലോങ് ടേമിൽ കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അത് ലാർജ് സ്കെയിലായിട്ടുള്ള എൻ്റർപ്രൈസസിനായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. മാത്രമല്ല ഇതിൻ്റെ ഓഫീസൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് മിക്കവാറും മെട്രോ സിറ്റീസിലൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള ഇൻഡസ്ട്രീസിന് മാത്രമേ, ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിന് മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് റീപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്, ക്ലിയർ, ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റോ സാധ്യമാകണമെങ്കിൽ അത് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിനെ കൊണ്ട് മാത്രം കഴിയില്ല. പകരം എന്തുകൂടെ വേണം? സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് കൂടെ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഫിനാൻസ് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ബാങ്ക് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ 1990കളിൽ IDBIയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡറി ആയിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പോൾ സിഡ്ബിയിലെ പേര് പറയുന്ന പോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ക്ലിയർ? അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിനും ഇവർ ലോൺ കൊടുക്കുന്നതിന് പകരം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൈക്രോ മീഡിയം ആൻഡ് അല്ലേ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രൊവിഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ത്രൂ ദ ഹെഡ് ഓഫീസ് അറ്റ് ലക്നൗ. ക്ലിയർ? ആൻഡ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് 5 റീജിയണൽ ഓഫീസസ് ആൻഡ് 25 ബ്രാഞ്ച് ഓഫീസസ് സ്പ്രെഡ് ഓവർ ദി ഇന്ത്യ. ക്ലിയർ? അപ്പോൾ മിക്കവാറും സംസ്ഥാനങ്ങളിലും അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിഡ്ബിയുടെ കേരളത്തിലുള്ള ഓഫീസ് കൊച്ചിയിലാണുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ മിക്കവാറും സംസ്ഥാനങ്ങളിലെ റെപ്രസെൻറ്റേഷനോടുകൂടി, അതുപോലെ റീജിയണൽ, ഫോർ എക്സാമ്പിൾ ചെന്നൈ റീജിയൻ അല്ലെങ്കിൽ സദേൺ റീജിയനിൽ വരുന്ന ചെന്നൈയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ക്ലിയർ? അതിൻ്റെ കീഴിലാണ് കേരളത്തിലുള്ള ബ്രാഞ്ച് ഓഫീസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു സിഡ്ബി ആക്ട് 1989, SIDBI is the principal financial institution for the promotion, financing and development of industries in the small scale sector and coordinate the functions of the institution engaged in the promotion of financing or developing industries in the small scale sector and the matters connected therewith or incidental thereto. So this was the objective stated in the SIDBI Act of 1989.
ക്ലിയർ. ഈ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടാണ് സിഡ്ബി 1990 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ ഒബ്ജക്റ്റീവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സ്മോൾ സ്കെയിൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതിനെ എൻവിസേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, ഏത് മേഖല, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ഇൻസിഡൻ്റലായിട്ടോ ക്ലിയർ പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസീസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട് ഇതിനെ എൻവിസേജ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്ലിയർ. അപ്പോൾ അത് അതിൻ്റെ റോള് വ്യക്തമാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ. സോ ഇറ്റ് ഈസ് എൻ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽസ് ഇൻഡസ്ട്രീസ്. ക്ലിയർ. സ്മോൾ സ്കെയിൽ സെക്ടറിൽ വരുന്ന അല്ലെങ്കിൽ മൈക്രോ മീഡിയം ആൻഡ് അല്ലെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റെ MSMEയിൽ വരുന്ന അല്ലെങ്കിൽ MSME ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു അപെക്സ് ബോഡി ആയിട്ട് ഇത് അറിയപ്പെടുന്നു. And for coordination of functions of other institutions regarding engaged in the similar activity. So functions നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരിക? Taking steps for ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ് അല്ലേ. SSI യൂണിറ്റുകളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണെന്ത്, SSI യൂണിറ്റുകൾക്ക് മിക്കവാറും എന്തില്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഇല്ല. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡ്രോബാക്ക് ആണ്. ക്ലിയർ. സോ MSMEയുടെ ഡ്രോബാക്ക് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ട് പറയുന്നതാണ് മോസ്റ്റ് ഓഫ് ദി MSME യൂണിറ്റ്സ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ അല്ലേ മാനുവൽ ബേസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടാണ് അല്ലേ, ലേബർ സെൻട്രിക് ആണ്. ക്ലിയർ. ടെക്നോളജി അല്ല, അല്ലെങ്കിൽ മോഡേണൈസേഷൻ വരുന്നില്ല. അതൊക്കെ ഇതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ കോസ്റ്റൊക്കെ കൂടാൻ തന്നെ ഇടയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും യൂണിറ്റുകൾ അപ്ഗ്രഡേഷൻ, മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ ഇതിനെല്ലാം ഫിനാൻസിങ് ചെയ്യുക. ഓക്കെ. ദെൻ expanding the channels of marketing the products of SSI sector, domestic and international markets. അപ്പോൾ അതുപോലെ തന്നെ SSIകളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ട്രേഡ് എക്സിബിഷൻസോ ട്രേഡ് ഫെയേഴ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോകുന്നതിന് വേണ്ടി അസിസ്റ്റൻസ് കൊടുക്കുക. ക്ലിയർ. അതുപോലെ തന്നെ അങ്ങനെയുള്ള മേളകൾ സംഘടിപ്പിക്കുക. ഓക്കെ. അതുപോലെ മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി വെബ്സൈറ്റോ അല്ലെങ്കിൽ വെബ് പോർട്ടലോ അങ്ങനെയുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി മെഷേഴ്സ് അവർ എടുക്കുന്നു. ദെൻ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് especially in semi-urban areas and to create more employment opportunities and thereby checking migration of people to urban area. 1990-കളിലാണ് ഇത് രൂപീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ 1980-കൾ മുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫലമായിട്ട് ആളുകൾ, തൊഴിലില്ലാത്ത ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും സെമി അർബൻ ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അർബൻ ഏരിയയിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്ലിയർ. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ മെട്രോ സിറ്റീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്, തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയൊക്കെ വരുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ക്ലിയർ. നമ്മൾ സ്ലമ്മുകളുടെ രൂപം അല്ലേ, മുംബൈയിലെ സ്ലംസിനെ കുറിച്ചൊക്കെ നമുക്കറിയാൻ പറ്റും. ഈ ചേരികളൊക്കെ രൂപപ്പെടാനുള്ള കാരണം എന്താ, കൂടുതൽ ആളുകൾ തൊഴിലന്വേഷിച്ച് അവിടെ എത്തിപ്പെട്ട് അവർക്ക് താമസ സൗകര്യം ഇല്ലാതെ അവർ ചേരികളിലൊക്കെ താമസമാക്കി. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്ലിയർ മെട്രോസിൽ നേരിടുന്നുണ്ട്, മെട്രോ സിറ്റീസ് നേരിടുന്നുണ്ട്, സിറ്റികൾ നേരിടുന്നുണ്ട്, അർബൻ ഏരിയാസ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ, റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയയിലോ ഒക്കെ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ അല്ലേ ഇവിടെയുള്ള പ്രദേശങ്ങളിലൊക്കെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് സ്കോപ്പുള്ള ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ആളുകൾ ഒരു പരിധി വരെ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതുകൊണ്ട് മൈഗ്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാം. മാത്രമല്ല അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഏത് കാലത്തും അല്ലേ. അതുകൊണ്ട് അത് ഒഴിവാക്കാനും പറ്റും, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ഉദ്ദേശമുണ്ട്. Refinancing of loans and advances extended by primary lending institution to industrial concerns in the small scale sector and also providing resources support to them. അപ്പോൾ അതുപോലെ തന്നെയാണ് റീഫിനാൻസിങ്. ഈ റീഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കുകളോ
ക്ലിയർ. ഇവരെല്ലാം ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺ നൽകുന്നുണ്ടെങ്കിൽ, അഡ്വാൻസസ് നൽകുന്നുണ്ടെങ്കിൽ അല്ലേ, അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റോട്ടേജ് വരും അല്ലേ. അവരുടെ കൈവശമുള്ള പൈസയാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ കൊടുക്കുന്നതിന് വിമുഖത കാണിക്കും, തരില്ല എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കും. അതിപ്പോൾ ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിന് മതിയാവില്ല. അപ്പോൾ MSME യൂണിറ്റുകൾക്ക് ലോണ് കിട്ടണമെങ്കിൽ അല്ലേ, അത് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, എവിടെ നിന്നും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളോ റീജിയണൽ റൂറൽ ബാങ്കുകളോ മറ്റുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ നൽകുന്ന കടം അല്ലേ, MSME യൂണിറ്റുകൾക്ക് നൽകുന്ന കടത്തിന്, അഡ്വാൻസിനെ റീഫിനാൻസ് ചെയ്തു കൊടുക്കും. എന്താ റീഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ, അവർ കൊടുക്കുന്ന കടത്തിന് തുല്യമായിട്ടുള്ളൊരു തുക ഈ ബാങ്ക്, നമ്മൾ സിഡ്ബി എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിറ്റൂരിലുള്ള ഒരു കനറ ബാങ്ക് അവരുടെ ഇവിടെയുള്ള ഒരു MSME യൂണിറ്റിന് പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കുറേ യൂണിറ്റിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അവരത് ക്ലെയിം ചെയ്തിട്ട് റീഫിനാൻസിങ് വേണം എന്ന് പറഞ്ഞിട്ട് സിഡ്ബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിഡ്ബി എന്ത് ചെയ്യും, അത്ര എമൗണ്ട് ക്ലിയർ കനറ ബാങ്ക് ചിറ്റൂരിന് സിഡ്ബി സാങ്ഷൻ ചെയ്ത് കൊടുക്കും. ക്ലിയർ. അപ്പോൾ എന്താവും, ഇവർക്ക് ഫണ്ടും കിട്ടും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഫണ്ടിൻ്റെ സ്കേഴ്സിറ്റി കൊണ്ട് മാത്രം MSME യൂണിറ്റുകൾക്ക് പൈസ കിട്ടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള റീഫിനാൻസിങ്, ക്ലിയർ, ഒരിക്കൽ ഫിനാൻസ് ചെയ്തിട്ടുള്ള അല്ലേ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ MSMEകൾക്ക് നൽകിയിരിക്കുന്ന എമൗണ്ടിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, സിഡ്ബി എമൗണ്ട് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് നൽകുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ റീഫിനാൻസിങ് എന്ന് പറയുക. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ഉറപ്പാക്കാൻ പറ്റുന്നു. ഓക്കെ, സോ റീഫിനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട്. Then discounting and rediscounting of bills arising from the sale of machinery or manufactured by industrial concerns in the small scale sector. അതുപോലെ തന്നെയാണ് ഡിസ്കൗണ്ടിങ് ആൻഡ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ക്ലിയർ. അപ്പോൾ ബില്ലുകൾ അല്ലേ, ക്രെഡിറ്റ് ബില്ലുകൾ വരുമ്പോൾ മെഷീനറീസോ എക്യുപ്മെൻറ്റ്സോ ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഫലമായിട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, ഈ വലിയ ഫേമുകൾ എന്ത് ചെയ്യും, MSMEകൾക്ക് മെഷീനറീസ് കൊടുക്കുന്നതിന് തരില്ല അല്ലേ, കൊടുക്കാതിരിക്കാനുള്ള സാധ്യത. അത് ഒഴിവാക്കാൻ വേണ്ടി അത് റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ. അതുപോലെ തന്നെ MSMEകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മെഷീനറീസ് ഉൽപ്പാദിപ്പിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ. അവർക്ക് ക്രെഡിറ്റിനായിരിക്കും കൊടുക്കാൻ പറ്റുക, പക്ഷേ ക്രെഡിറ്റിന് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ഫണ്ട് ഷോർട്ടേജ് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത്തരത്തിൽ MSMEകൾക്ക് കിട്ടുന്ന ബില്ലുകൾ ക്ലിയർ, അതിന് എന്ത് ചെയ്യുന്നു, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ക്ലിയർ. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളെ ഡിസ്കൗണ്ടിങ് ചെയ്യുകയോ ക്ലിയർ. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് എങ്ങനെ ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി ബാങ്കുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ബാങ്കുകൾ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബില്ലുകളെ റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡിസ്കൗണ്ടിങ്ങും റീഡിസ്കൗണ്ടിങ്ങും അല്ലേ വ്യത്യാസം എന്താ, ഡയറക്റ്റായിട്ട് ഒരു ബിസിനസ്സിൻ്റെ കൈവശമുള്ള MSME യൂണിറ്റിൻ്റെ കൈവശമുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ടിങ് പറയും. ക്ലിയർ. MSME യൂണിറ്റുകൾ ഒരു ബാങ്കിൽ അതിന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലേ, ആ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, ഇത് സിഡ്ബിയിൽ കൊണ്ടുപോയിട്ട് റീഡിസ്കൗണ്ടിങ് ചെയ്യും. അപ്പോൾ സിഡ്ബി ബാങ്കുകൾക്കാണ് പൈസ കൊടുക്കുക. അപ്പോൾ അതിനെയാണ് റീഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ക്ലിയർ. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് അല്ലെ, സീഡ് ക്യാപിറ്റൽ ലോൺ അല്ലെങ്കിൽ മാർജിൻ മണി ലോൺ, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പോൾ നാഷണൽ ഇക്വിറ്റി ഫണ്ട്, അതുപോലെ തന്നെ മഹിളാ ഉദ്യം നിധി, ഓക്കെ, സ്പെഷ്യൽ സീഡ് ക്യാപിറ്റൽ സ്കീം, ഇങ്ങനെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്കീംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള ഏജൻസി വന്ന സിഡ്ബി ആണ്. അപ്പോൾ അതിനെ അനുസരിച്ച് ക്ലിയർ, നാഷണൽ ഇക്വിറ്റി ഫണ്ട് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മഹിളാ ഉദ്യം നിധി, വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ക്ലിയർ. അത് ഉപയോഗിച്ചിട്ടോ സീഡ് ക്യാപിറ്റൽ സ്കീംസ് ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, MSMEകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർജിൻ മണി ക്ലിയർ, അത് സീഡ് ക്യാപിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഗ്രാൻഡിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ആസ് വെൽ ആസ് റീഫിനാൻസിങ് ഓഫ് ലോൺസ് എക്സ്റ്റെൻഡ് ബൈ പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഫങ്ഷനിങ് ഓർ ഫിനാൻസിങ് എക്സ്പോർട്ട് പ്രോഡക്ട്സ് manufactured by industrial concerns in this MSME sector. MSME സെക്ടറിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. ക്ലിയർ. അങ്ങനെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ക്ലിയർ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അവർക്ക് ഫിനാൻസിങ് ആവശ്യമായിട്ട് വരും. ക്ലിയർ. അത് നൽകുന്ന കമ്പനികൾക്ക് അല്ലെങ്കിൽ അത് നൽകുന്ന ബാങ്കുകൾക്ക്, അത് നൽകുന്ന റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സിഡ്ബി എന്ത് ചെയ്യുന്നു, റീഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകൾക്ക് എന്ത് ചെയ്യുന്നു, ഫിനാൻസിങ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഫിനാൻസിങ് ആൻഡ് റീഫിനാൻസിങ് ഫോർ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. ക്ലിയർ. ദെൻ പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് ഫാക്ടറിങ്, ക്ലിയർ, ലീസിങ് എക്സെട്ര ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ദി സ്മോൾ സ്കെയിൽ സെക്ടർ. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടറിങ്, ലീസിങ് പോലുള്ള സർവീസുകളും ചെയ്യുന്നത്. എന്താണ് ഫാക്ടറിങ്, എന്താണ് ലീസിങ്? ലീസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് മുടക്കേണ്ടി വരും അല്ലേ. ഒരു MSME യൂണിറ്റിന് വലിയൊരു അസറ്റ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുമ്പോൾ, മെഷീനറി വാങ്ങിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് മുടക്കണം, അത്രയും ഫണ്ട് കണ്ടെത്തണം.
ക്ലിയർ. അതില്ലാതെ തന്നെ ഇതിൻ്റെ ഉപയോഗം കിട്ടും. എങ്ങനെ കിട്ടും? അതിനെ ലീസിനെടുക്കാം, പാട്ടത്തിനെടുക്കാം. ക്ലിയർ. അപ്പോൾ ചെറിയ ചെറിയൊരു എമൗണ്ട് ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി, അത് ഉപയോഗിക്കുകയും ചെയ്യാം. ക്ലിയർ. ഒന്നിച്ചുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ MSMEകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായുള്ള ഒരു മാർഗ്ഗമാണ് ലീസിങ്, എക്യുപ്മെൻറ്റ് ലീസിങ്. ക്ലിയർ. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് വാടകയ്ക്ക് വാങ്ങിക്കുന്നു, അതുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നു, വിൽക്കുന്നു, അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, അതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് അവർക്ക് റെൻ്റായിട്ട് കൊടുക്കുന്നു, ലീസ് റെൻ്റ് എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ലീസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക, സർവീസസ് കൊടുക്കുക. ക്ലിയർ. അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ല ഇൻ്റർമീഡിയേഷൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഫാക്ടറിങ് ചെയ്ത് കൊടുക്കുന്നു. എന്താ ഫാക്ടറിങ്? നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ MSME യൂണിറ്റുകൾക്ക് ട്രേഡ് ബിൽസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക, അല്ലേ? ഈ കടം കൊടുത്തിട്ടുള്ള കുറേ ബില്ലുകൾ ഉണ്ടാവും. ഈ ബില്ലിൻ്റെ പൈസ നോർമലി എപ്പോഴാണ് കിട്ടുക? കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഇതുവരെയുള്ള പൈസ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ, നമ്മൾ പുതുതായിട്ട് രൂപീകരിച്ചില്ല അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇന്നോവേഷനാണ് ഫാക്ടറിങ്. ഈ ബില്ലുകളൊക്കെ കൊണ്ട് ഈ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിരിക്കുന്ന ക്രെഡിറ്റേഴ്സിന്, സൺട്രി ക്രെഡിറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിസ്കൗണ്ട് ഇറ്റ്സ്. ക്ലിയർ. സാധാരണ ഇതിൽ ബില്ലൊക്കെയാണ്, ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാം. ക്ലിയർ. അപ്പോഴും എല്ലാ ബാങ്കും അത് പെർമിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇനി ബില്ല് ഓഫ് എക്സ്ചേഞ്ച് തീരെ ഇല്ലാത്തൊരു കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അക്കൗണ്ട്സ് റിസീവബിൾ എന്നാണ് ഇതിനെ പറയുക. ഈ അക്കൗണ്ട്സ് റിസീവബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്കാം, അവർക്ക് വിൽക്കാം. നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ സെയിൽ ചെയ്യാണ് ചെയ്യുക. ക്ലിയർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ഉണ്ട്. ഫാക്ടറിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഫിനാൻസ് സർവീസിൽ പിന്നീട് പഠിക്കും. നെക്സ്റ്റ് ഒരു സെമിസ്റ്റർ വരുമ്പോൾ, 5th സെമിസ്റ്റർ ഒക്കെ വരുമ്പോൾ പഠിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്തൊക്കെ തരത്തിലുള്ള ഫാക്ടറിങ് ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ നേച്ചർ എന്താണ്. അപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക. അങ്ങനെ അക്കൗണ്ട്സ് റിസീവബിൾസിന് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടുകളെ, അതൊരു അക്കൗണ്ടാണ്, നമ്മുടെ അസറ്റാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു നിശ്ചിത തുക, ഫോർ എക്സാമ്പിൾ 80%, 90% അല്ലെങ്കിൽ 95% നമുക്ക് തരും. ക്ലിയർ. അപ്പോൾ ബാക്കിയുള്ളത് കളക്ട് ചെയ്ത ശേഷം തരുള്ളൂ. ആരാണ് ഇത് പൈസ കളക്ട് ചെയ്യുക? നമ്മൾ ഇതിൻ്റെ ബേർഡനൊന്നും ഏറ്റെടുക്കുന്നില്ല. ഈ കളക്ഷൻ്റെ ജോലി മുഴുവൻ ഏറ്റെടുക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വാങ്ങിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരെന്ത് ചെയ്യും? പാർട്ടീസിൽ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ കമ്മീഷൻ എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പൈസ ഉണ്ടെങ്കിൽ തരും. ക്ലിയർ. ഇതിനെയാണ് ഫാക്ടറിങ് എന്ന് പറയാം. ക്ലിയർ. അപ്പോൾ ഒരു ഫിനാൻസിങ് അറേഞ്ച്മെൻ്റാണ് ഫാക്ടറിങ്. ഇപ്പോൾ MSME യൂണിറ്റുകൾക്ക് ഇത്തരത്തിലുള്ള നിറയെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് സിഡ്ബി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഫാക്ടറിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ MSME യൂണിറ്റുകളുടെ അക്കൗണ്ട്സ് റിസീവബിൾ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് കളക്ഷനൊക്കെ അവർ തന്നെ ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ ഫിനാൻസ് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുക. സോ എക്സ്റ്റെൻഡിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ക്ലിയർ. NSIC എന്ന് പറയും. ക്ലിയർ. അപ്പോൾ NSICയെ കുറിച്ച് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എന്ത് കൊടുക്കുക? ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, അല്ലേ? അവർക്ക് മെഷീനറി ഹയർ പർച്ചേസിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ, ക്ലിയർ, അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. ലീസിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ഹയർ പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, മാർക്കറ്റിംഗ് സപ്പോർട്ട്സ് അതിന് വേണ്ടിയുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നു. ഓക്കെ. സോ സിഡ്ബി ഗിവ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓൾ പ്രോജക്ട്സ് ഇൻ ദി സ്മോൾ സ്കെയിൽ സെക്ടർ. ക്ലിയർ. അപ്പോൾ അവിടെ മൈക്രോ, മീഡിയം, അതുപോലെ തന്നെ സ്മോൾ എൻ്റർപ്രൈസസിന് ആവശ്യമുള്ള എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. ആർട്ടിസൻസ്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, ക്ലിയർ, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ ദി ടൈനി സെക്ടർ. ടൈനി എന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന് അർത്ഥം. ക്ലിയർ. വളരെ ചെറുകിട, കോട്ടേജ് എന്നൊക്കെ പറയില്ലേ, വീട്, ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസിനൊക്കെയാണ് ടൈനി എന്ന് പറയുക. ക്ലിയർ. ആൻഡ് സ്മോൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ്. ക്ലിയർ. അങ്ങനെ ചെറിയ ചെറിയ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും, ക്ലിയർ, ഫിനാൻസിങ് ചെയ്യാനോ റീഫിനാൻസിങ് ചെയ്യാനോ, ഓക്കെ, അതുപോലെ പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നൽകുന്ന ഇതിനെ റീഫിനാൻസ് ചെയ്ത് കൊടുക്കുകയോ, ഓക്കെ, അതുപോലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുക, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുക, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് റീഫിനാൻസ് ചെയ്യുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഫിനാൻസിങ് അത് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ ഓഫേഴ്സ് ബിൽ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി ആൻഡ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി. ഇത് ഓൾറെഡി പറഞ്ഞാണ്. ക്ലിയർ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറമെ ഓക്കെ അവരെന്തുകൂടെ ചെയ്യുന്നു? The project with the cost up to ₹300 lakhs would be normally eligible for assistance. ക്ലിയർ. സിഡ്ബിയിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി 300 ലക്ഷം, അല്ലേ? അപ്പോൾ 3 കോടിയോളം രൂപ വരുന്ന പ്രോജക്റ്റുകൾക്ക് അത് എലിജിബിലിറ്റി ഉണ്ട്. സോ ദ മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വേരീസ് അണ്ടർ ഓൾ സ്കീം. ഓരോരോ സ്കീം അനുസരിച്ചിട്ട് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷനിൽ വ്യത്യാസം വരാം. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റ് ആർക്കുണ്ട്? സിഡ്ബിക്ക് ഉണ്ട്. ഓക്കെ.
സോ ഇത് നിങ്ങൾ കാണുന്നത് സിഡ്ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ക്ലിയർ. അപ്പോൾ അത് sidbi.in ക്ലിയർ. അതാണ് അതിൻ്റെ URL. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വെബ്സൈറ്റിലേക്ക് നോക്കാം. ക്ലിയർ. അപ്പോൾ സിഡ്ബിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഇതായിരിക്കും വരിക, അതൊരു പോപ്പപ്പ് മെസ്സേജാണ് വരിക. ക്ലിയർ. ഇപ്പോൾ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് അല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ലിക്വിഡിറ്റി ക്രൈസിസ് ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ച് സ്കീംസ് സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമിനെ കുറിച്ചാണ് ഇവിടെ വരുന്നത്. ക്ലിയർ. ഇപ്പോൾ സിഡ്ബിയുടെ സിമ്പിളാണ് നിങ്ങൾ കാണുന്നത്. ക്ലിയർ. ഓക്കെ. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ലോഗോ എന്ന് പറയുന്നത്. സിഡ്ബി MSMEകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പറഞ്ഞു. ക്ലിയർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റീഫിനാൻസിങ് ഫംഗ്ഷനാണ്. MSMEകൾക്ക് ലോൺ നൽകുന്ന ബാങ്കുകളെയോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെയോ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയോ. ക്ലിയർ. അപ്പോൾ അതാണ് ഇവിടെ ബാങ്ക്സ്, NBFCs ആൻഡ് MFIs എന്ന് പറയും. ക്ലിയർ. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ക്ലിയർ അവരുടെ ലിക്വിഡിറ്റി ക്രൈസിസ് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യുക, റീഫിനാൻസിങ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സർവീസസും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് വരുന്നത്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇതിൽ വരുന്നത് ആദ്യം. ക്ലിയർ. ടൈപ്പ് ഓഫ് NBFCസിന് റീഫിനാൻസിങ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ എലിജിബിലിറ്റി വേണം, MFI അല്ലേ, ബാങ്ക്സ്. ക്ലിയർ. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ വെബ്സൈറ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ സോ സിഡ്ബിയുടെ ഹോം പേജ് എങ്ങനെയാണ് വരിക. ക്ലിയർ. സിഡ്ബിയുടെ ഹോം പേജ് എടുക്കുന്ന സമയത്ത് അവിടെ സിഡ്ബിയുടെ ലോഗോ ഏറ്റവും ഫ്രണ്ടിലുണ്ടാവും. ക്ലിയർ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നമുക്ക് ഏത് ഭാഷയിലാണോ വെബ്സൈറ്റ് വ്യൂ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇതുണ്ടാവും. ക്ലിയർ. അതുപോലെ സെർച്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ക്ലിയർ. അവിടെ മെനു ബട്ടൺ ഉണ്ട്. ഓക്കെ. നമുക്ക് മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഫങ്ഷണാലിറ്റീസ് ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ. അതല്ലാതെ തന്നെ കുറേയധികം കാര്യങ്ങൾ ഹോം പേജിൽ തന്നെ വരുന്നുണ്ട്. ക്ലിയർ. സിഡ്ബിയുടെ ഫംഗ്ഷൻസിനെ കുറിച്ച് കാണിക്കാൻ പറ്റുന്ന കുറേയധികം. ക്ലിയർ. അസറ്റ് റീസ്ട്രക്ചറിങ് മോഡൽ എന്നൊക്കെ പണ്ടത് പോപ്പപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ക്ലിയർ. അത് ആദ്യം തന്നെ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ അവർ ചെയ്യുന്ന ഫങ്ഷൻസ് മിക്കവാറും ഇതിൽ എൻലിസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പിക്ചർ ഉണ്ടാവും. ക്ലിയർ. അതുപോലെ തന്നെ കുറേയധികം ഇമേജസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ക്ലിയർ. COVID-19മായി ബന്ധപ്പെട്ടിട്ട് MSMEകൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്പെഷ്യലൈസ്ഡ് സ്കീംസ് പ്രഖ്യാപിച്ച ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സ്കീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ക്ലിയർ. അതിന് വീണ്ടും താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ഹോം പേജിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. I have no doubt in my mind that we add to a national wealth if we help the small scale industries. അപ്പോൾ മഹാത്മാഗാന്ധി നേരത്തെ പറഞ്ഞൊരു കോട്ടിങ് ആണ്. ക്ലിയർ. നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സഹായിക്കുക അല്ലേ. ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു വില്ലേജ് ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ക്ലിയർ. അതിലൂടെ ഇന്ത്യക്ക് ക്ലിയർ ഒരു എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു കോട്ടിങ് അതിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കണം. ക്ലിയർ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സഹായിക്കുക എന്ന് പറയുന്നത് നാഷണൽ വെൽത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ. അതുപോലെ വിഷൻ അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടു ട്രാൻസ്ഫോം ഓൾ ഇന്ത്യ ആൻഡ് ടു ട്രാൻസ്ഫോം ആസ് ആൻ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ക്രിയേറ്റ് an integrated credit and development support for the bank being a clear thought leader adopting a credit plans. Okay. Credit plus approach. Okay. Creating multiplier effect and saving as an aggregator in MSME space. MSME space il clear MSMEയുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന, നോട്ട് സേവിങ്, ഇറ്റ് ഈസ് സർവീസിങ്. ക്ലിയർ. സോ MSMEയുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അഗ്രിഗേറ്റ് ചെയ്യുന്ന, ക്ലിയർ, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അഗ്രിഗേറ്ററായിട്ടും. ഓക്കെ. അതുപോലെ തന്നെ MSMEകളുടെ പ്രവർത്തനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായുള്ള ഫിനാൻസിങ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലേ, ഒരു ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയർ. അപ്പോൾ അതിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് സ്കീംസിനെ കുറിച്ചാണ് താഴെ വരുന്നത്. ക്ലിയർ. നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ വിഷൻ കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ലോൺ അസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക. ക്ലിയർ.
അപ്പോൾ അതിൽ ഓരോ സ്കീംസിൻ്റെ പേര് കൊടുത്ത് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ മോർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ക്ലിയർ. അപ്പോൾ എന്തൊക്കെ അസിസ്റ്റൻസ്, ഡയറക്റ്റ് ലോൺസ്, ക്ലിയർ, ദറ്റ് ഈസ് മോർ പ്രോഡക്റ്റ്, ഇപ്പോൾ റിസർവേഷൻ, ക്ലിയർ, ദറ്റ് ഈസ് റിസീവബിൾ ഫിനാൻസ് സ്കീം ഉണ്ട്, ക്ലിയർ. അതുപോലെ തന്നെ സർവീസ് സെക്ടർ അസറ്റ്സ് ബാക്ക്ഡ്, ക്ലിയർ, അങ്ങനെയുള്ള സ്കീമുണ്ട്. അതുപോലെ തന്നെ സർവീസ് സെക്ടർ അസറ്റ് ലൈറ്റ് സ്കീം ഉണ്ട്. ഓക്കെ. ഫിനാൻസിങ് സ്കീം ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ് ലോൺ സ്കീംസ് ഉണ്ട്. ഓക്കെ. ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം ഫോർ സ്പെഷ്യൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം. ദെൻ അങ്ങനെ കുറേയധികം അസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഒരുപാട് സ്കീംസിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ക്ലിയർ. സോ അതുപോലെ തന്നെ വേറെ കുറേ സ്കീംസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. സേഫ് പ്ലസ്, അപ്പോൾ അതിന് അപ് ടു 100% ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അങ്ങനെ കൊടുക്കുന്നതിനുള്ള സ്കീമാണത്. ക്ലിയർ. അതുപോലെ തന്നെ സേഫ് ഉണ്ട്, സേഫ് പ്ലസ് ഉണ്ട്, സേഫ് ഉണ്ട്. ക്ലിയർ. അതുപോലെ സ്റ്റാർ എന്ന് പറയുന്നത്, അതായത് ഓരോ സ്കീമിന് ഓരോ പേരാണ്, ഓരോ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ സ്കീമാണ്. ക്ലിയർ. സ്റ്റാർ പ്രോജക്ട്സ് എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് MSME ടു റെഡ്യൂസ് ദെയർ പവർ ബിൽ. അപ്പോൾ അതിന് വേണ്ടി സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള അല്ലേ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ പവർ ജനറേറ്റേഴ്സും, ക്ലിയർ, പ്ലാന്റുകളൊക്കെ ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ആണ് അവിടെ വരുന്നത്. ക്ലിയർ. ടുലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ക്ലിയർ. അപ് ടു 100% ഫിനാൻസ് ബേസ്ഡ് ഓൺ 10% FD and extension of charge. Clear. Then RLS, speed plus speed, clear, trade finance, trader finance and working capital assistance and clear, loans for OEM, original equipment manufacturing partnership അവരുമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലിയർ എഗ്രിമെൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയുള്ള ലോൺസ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ. സ്മൈൽ എക്യുപ്മെൻറ്റ്സ് ഫിനാൻസ് ഉണ്ട്. ഓക്കെ. അത് മിഷനറി ലോണിനായിട്ടാണ് കൊടുക്കുക. ക്ലിയർ. വെറും സ്മൈൽ പ്രോജക്റ്റ് ഉണ്ട്. ക്ലിയർ. അപ്പം ഇങ്ങനെ ഒട്ടനവധി സ്കീംസ് ഇതിൽ നമുക്ക് ലഭ്യമാകും. ക്ലിയർ. അതുപോലെ പ്രൊമോഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കുറേയധികം മെഷേഴ്സിനെ കുറിച്ചാണ്. ക്ലിയർ. സമ്പർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം. ക്ലിയർ. അതുപോലെ സംവാദ്, ക്ലിയർ, ഡിസ്കഷൻ ഫോറമാണത്. ഓക്കെ. അതുപോലെ തന്നെ സുരക്ഷ, ക്ലിയർ, ക്രിയേറ്റിംഗ് ആൻഡ് എനേബിളിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ദി ഗ്രോത്ത് ഓഫ് MSME. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് സുരക്ഷ. ക്ലിയർ. അതുപോലെ തന്നെ വേറെയും ഒരു പ്രോഗ്രാം, ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻറ്റ് വിത്ത് പോളിസി മേക്കേഴ്സ്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീംസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ദ സ്കീം ഈസ് നോൺ ആസ് സംപ്രേക്ഷൻ. ക്ലിയർ. സംപ്രേക്ഷൻ എന്ന് പറയുന്ന സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ക്ലിയർ. സ്വാവലംബൻ സ്കീം. സ്വാവലംബൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വുമൺ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് സ്വാവലംബൻ സ്കീംസ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി വുമൺ എൻ്റർപ്രണേഴ്സാണ്, റൂറൽ എൻ്റർപ്രണേഴ്സാണ്. ഓക്കെ. ആൻഡ് അംബ്രല്ല മിഷൻ ടു കൈൻഡിൽ എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് ക്ലിയർ. കിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, എനർജൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ക്ലിയർ, ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ക്ലിയർ, ഒരു കിൻഡ്ലിംഗ് ഫംഗ്ഷൻ ചെയ്യുന്ന എൻ്റർപ്രണർഷിപ്പിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അംബ്രല്ല മിഷനായിട്ടാണ് സ്വാവലംബൻ എന്ന് പറയുന്ന ഒരു സ്കീം. അതിൽ കുറേയധികം സ്കീംസ് ഉണ്ട്, സബ് സ്കീം. ക്ലിയർ. അപ്പോൾ അതിന് സ്വാവലംബൻ, ക്ലിയർ, സിലായ് സ്കൂൾ, ക്ലിയർ, വുമൺ എൻ്റർപ്രണേഴ്സിനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ. 7 days പ്രോഗ്രാം ഒക്കെ അവിടെ ഇതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്വാവലംബൻ കണക്ട് കേന്ദ്രാസ് ഉണ്ട്. ക്ലിയർ. അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റേഷൻ ചെയ്യാനുള്ള കേന്ദ്രാസ് ആണ്, സെൻറ്റേഴ്സാണ്. ഓക്കെ. അതുപോലെ തന്നെ കുറേയധികം സ്വാവലംബൻ എന്ന് വെച്ചിട്ട് കുറേയധികം ഉത്സവ്, ക്ലിയർ, അതുപോലെ തന്നെ അങ്ങനെ കുറേയധികം സ്കീംസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം റൂറൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വുമൺ എൻ്റർപ്രൈസസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീംസുകളാണ്. ഓക്കെ. അല്ല, സ്ട്രക്ചറൽ ഇൻ്റർവെൻഷൻസ് അവർ ചെയ്യുന്നുണ്ട്. സോ MSME സ്പേസ് ഹോൾഡ്സ് വിത്തിൻ ദി ഇറ്റ്സെൽഫ്, ക്ലിയർ, myriad opportunities. So time and again SIDBI along with the various stakeholders of MSME space had interventions for the growth and development of MSME. ക്ലിയർ. അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ. ഇൻഡസ്ട്രി സ്പോട്ട്ലൈറ്റ്, MSME പൾസ്, ക്ലിയർ, മൈക്രോ ഫിനാൻസ് പൾസ്, അതുപോലെ തന്നെ ഫിൻടെക് പ്ലസ്, ഫിനാൻഷ്യൽ ടെക്നോളജി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വരിക. ക്ലിയർ. അതുപോലെ തന്നെ ക്രിസിടെക്സ്, ക്ലിയർ, അതുപോലെ തന്നെ ഉദ്യം അഭിലാഷ, അങ്ങനെ കുറേയധികം സ്കീംസ്, ക്ലിയർ, അതിൻ്റെ ഭാഗമായിട്ട് അവർ നടപ്പിലാക്കി വരുന്നു.
ഇൻഡസ്ട്രി സ്പോട്ട്ലൈറ്റ് എന്താണ്, അങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള എക്കോസിസ്റ്റം. ക്ലിയർ? എന്തൊക്കെയാണ് സിഡ്ബിയുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏജൻസീസ്, അപ്പോൾ അതിനെല്ലാം കൂടെ കുടിക്കുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ നമുക്ക് ഗ്രാഫിക്കലി കാണാൻ പറ്റും. ക്ലിയർ? അങ്ങനെ കുറേയധികം ഇൻഫർമേഷൻ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ഇടയിൽ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക. ക്ലിയർ? അബൌട്ട് സിഡ്ബി നിങ്ങൾക്ക് സിഡ്ബി അറിയണമെങ്കിൽ സിഡ്ബിയുടെ അബൌട്ട് സിഡ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? എന്താണ് സിഡ്ബി, സിഡ്ബിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ക്ലിയർ, ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എ ഓവർവ്യൂ പേജ്. അപ്പോൾ ഓവർവ്യൂവിൽ നമുക്ക് മിഷൻ, വിഷൻ ഇതെല്ലാം നമുക്ക് വിസിബിൾ ആവാം. വിഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലിയർ? അതുപോലെ തന്നെ വിഷനെ കുറിച്ചും മിഷനെ കുറിച്ചും അല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ക്ലിയർ, അവരുടെ ഡീറ്റെയിൽസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതിനൊക്കെ കുറിച്ചൊക്കെ അറിയാം. സോ ജസ്റ്റ് ബ്രൗസ് ത്രൂ ദി വെബ്സൈറ്റ്.